ഹായ് ഡിയേഴ്സ്, പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 3 പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നഴ്സിംഗ്, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, പെർഫ്യൂഷൻ ടെക്നോളജി. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ തൊട്ട് മുന്നേയുള്ള വീഡിയോ ആണ്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇതുവരെ LBS യാതൊരു ലിങ്കും വന്നിട്ടില്ല. അത് നമ്മൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മോട്ടിവേഷന് വേണ്ടിയിട്ട് ഒന്ന് ലൈക്കും ചെയ്തേക്കണേ. ഓക്കെ, അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. BSc മെഡിക്കൽ റേഡിയോളജി ടെക്നോളജിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാച്ചുലർ ഓഫ് സയൻസ് മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി, അതായത് MRT കോഴ്സാണ്. അത് ഈ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് റേഡിയേഷൻ ആണ്. നമുക്കറിയാം ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഒക്കെ തന്നെ റേഡിയേഷൻ ആവശ്യമാണ്. ഇപ്പം നമ്മുടെ നോവേ ഡേയ്സിൽ ക്യാൻസർ പേഷ്യൻസുകളൊക്കെ കൂടി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ റേഡിയേഷൻ എന്നുള്ള ഒരു ചികിത്സാ രീതി വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലാബിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും, റേഡിയേഷൻ നടക്കുന്ന ലാബിൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങളുടെ ജോലികളൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ മെഡിക്കൽ ഇമേജിങ്, അതായത് സ്കാനിങ് സംബന്ധമായിട്ട് എല്ലാം തന്നെ ഡയഗ്നോസിസ് ചെയ്യുന്ന ഒരു ജോലിയാണ് നമുക്ക് കിട്ടുന്നത്, റേഡിയോളജിക്കൽ ടെക്നോളജി. ഇത് ഗവൺമെൻറ് കോളേജുകളിലൊക്കെ തന്നെ നല്ല പോസ്റ്റാണ്, നല്ല സാലറിയോട് കൂടിയിട്ടുള്ള പോസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ചില ബേസിക് ആയിട്ടുള്ള മാത്സുകൾ, കാര്യങ്ങൾ, അനാട്ടോമി, ഞാൻ നിങ്ങളോട് പറഞ്ഞ ഫിസിയോളജി, അതുപോലെ തന്നെ റേഡിയോളജി, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് റേഡിയേഷൻ, ഫിസിക്സ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ശരിക്കും ഒരു MBBS പഠിക്കുന്ന അത്ര തന്നെ ഇതിലെല്ലാം പഠിക്കാനുണ്ട്. നമുക്ക് ഒരു കോഴ്സ് മാത്രം ഈസി ഒന്നല്ല, നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മതിയാവുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ പഠിക്കാനുണ്ട്. ഇതിൻ്റെ തൊഴിൽ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേഡിയേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലാബുകളിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലും ഒക്കെ തന്നെ തൊഴിൽ സാധ്യതയുണ്ട്. ഇതിൻ്റെ മാസ്റ്റർ ഡിഗ്രി എടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹയർ സ്റ്റഡീസിനും പോകാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. നമുക്ക് ഇങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ ആ ജോലിയിൽ തന്നെ നമുക്ക് പ്രവേശിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത കോഴ്സാണ് ഒപ്റ്റോമെട്രിക് കോഴ്സ്. നമുക്ക് ആ കോഴ്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്കറിയാം, നമ്മൾ കണ്ണൊക്കെ കാണിക്കാൻ പോകുമ്പോൾ ഒരു ഡോക്ടറെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ ആയിട്ട് തന്നെ നമ്മുടെ കണ്ണുകളെല്ലാം തന്നെ ചെക്കപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവമുള്ളവരുണ്ടായിരിക്കാം. അതായത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡയഗ്നോസിസ് നടത്തി അതിൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ ഡോക്ടർക്ക് കൊടുക്കുന്നത്. ആ റിപ്പോർട്ടിനനുസരിച്ചിട്ടാണ് ഡോക്ടർ നമുക്ക് കണ്ണടയൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഡോക്ടറുടെ തൊട്ട് പിറകിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ഒപ്റ്റോമെട്രി എന്നുള്ള കോഴ്സ് നമുക്ക് തരുന്നത്. അപ്പോൾ അതായത് നമ്മൾ ക്ലിനിക്കലി നമുക്ക് നല്ല സ്കിൽസ് ഉണ്ടായിരിക്കണം. അതായത് നമുക്കൊരു പ്രൊഫഷണലി മെഷറിങ് ഐസൈറ്റ്, അത്രയും നമുക്കൊരു കഴിവ് നമുക്കത് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ അത്രയും സ്കിൽഡ് ആയിരിക്കണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പം. അതായത് കറക്റ്റ് ലെൻസുകളൊക്കെ തന്നെ നമുക്ക് മെഷർമെന്റ് ചെയ്ത് നമ്മുടെ പവറുകളൊക്കെ തന്നെ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് തരുന്നത് ഇവരാണ്. ആൻഡ് ഡിറ്റക്റ്റിംഗ് ഐ ഡിസീസസ്, ഇതൊക്കെ തന്നെ ഇവരുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സും കൂടിയാണ് ഒപ്റ്റോമെട്രിക് കോഴ്സുകൾ. നമ്മൾക്ക് ഇത് കോഴ്സ് കംപ്ലീറ്റ് യഥാർത്ഥത്തിൽ നമുക്ക് പ്രൈവറ്റ് സെക്ടറിലും ഒരുപാട് ജോലി സാധ്യതകളുണ്ട്, ഗവൺമെൻറ് സെക്ടേഴ്സ് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സിൽ. അതുപോലെ തന്നെ ഐ ക്ലിനിക്സുകളിലും അതുപോലെ ഷോറൂമുകളിൽ, ഒപ്റ്റീഷ്യൻ ഷോറൂംസിലും നമുക്ക് ഇതിൻ്റെ ജോലി സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോണ്ടാക്ട് ലെൻസുകൾ, കണ്ണട അല്ലാതെ കോണ്ടാക്ട് ലെൻസ് ആൻഡ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രികളിലൊക്കെ തന്നെ ഇവരുടെ ജോലി സാധ്യത കൂടുതലാണ്. പിന്നെ ഹോസ്പിറ്റൽ ഐ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒപ്റ്റിക്കൽ ഷോപ്പുകളിലുണ്ട്. ഇതിലൊക്കെ തന്നെ ജോലി സാധ്യത കൂടുതലുള്ള ഒരു കോഴ്സാണ് ഒപ്റ്റോമെട്രിക് കോഴ്സ്. അതുപോലെ തന്നെ ഇതിന്റെ ഹയർ MSc ലെവലിൽ പഠിക്കാവുന്നതാണ്. അപ്പൊ അടുത്ത 4 കോഴ്സുകളെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിലാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതായത് ബാച്ചുലർ ഓഫ് ഫിസിയോതെറാപ്പി, ബാച്ചുലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ്, ബാച്ചുലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി ആൻഡ് ഡയാലിസിസ്. അപ്പം ഇത് 4 നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. തൊട്ടടുത്ത ദിവസം തന്നെ ഇത് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കോഴ്സുകളുടെ ജോലി സാധ്യതകൾ,
സാലറി, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ പാരൻസിൻ്റെയൊക്കെ കൺസേണോടുകൂടി ഇത് എടുത്ത കുട്ടികളോട് അവരുടെ ഇപ്പോഴുള്ള അവർക്ക് ജോലി കിട്ടിയോ ഇല്ലയോ എന്നീ കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നത് നല്ലതാണ്. നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ മുന്നേ ഒരു പ്ലാനിങ് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ പറഞ്ഞ് ടെൻഷനാക്കുമെന്നല്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രൈവറ്റ് ഏജൻസികളോ അങ്ങനെയൊന്നുമല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാനുള്ള അവസരങ്ങളുണ്ട്. നമുക്ക് വെബ്സൈറ്റുകളിൽ അന്വേഷിക്കാവുന്നതാണ്. ഏത് കോഴ്സിലാണ് നിങ്ങൾ ശോഭിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ തന്നെ ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. എന്നാലും ബേസിക്കലി കുറച്ചും കൂടി നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ക്ഷമയും കെയർനെസ്സും ലവിങ് നേച്ചേഴ്സും ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പാരാമെഡിക്കൽ കോഴ്സുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ നമ്മൾ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് നമ്മളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യും. നമുക്ക് അടുത്ത ഒരു വീഡിയോ ചെയ്യാൻ വരെയുള്ള ഒരു മോട്ടിവേഷനാണ് നിങ്ങളുടെ ലൈക്ക്. ഇത് ഷെയറും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.